സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധന. ഗ്രാമിന് 25 രൂപയും പവന് 200 രൂപയും കൂടി. ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ തളർച്ചയാണ് സ്വർണ്ണത്തിന് പ്രധാനമായും തുണയായത്. അതേസമയം വെള്ളി വിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ നിന്നും മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന് 25 രൂപ വർദ്ധിച്ച് 13,255 രൂപയും പവന് 200 രൂപ വർദ്ധിച്ച് 1,06,040 രൂപയുമായി. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 20 രൂപ വർദ്ധിച്ച് 10,890 രൂപയായി. 14 കാരറ്റിന് 8,485 രൂപയും 9 കാരറ്റിന് 5,475 രൂപയുമാണ് ഇന്നത്തെ വിപണി വില. അതേസമയം വെള്ളി വിലയിൽ ഇന്നും മാറ്റമില്ല. ഗ്രാമിന് 235 രൂപയിൽ തുടരുകയാണ്. ആഗോള വിപണിയിലുണ്ടായ മാറ്റമാണ് പ്രാദേശിക വിപണിയിലും പ്രതിഫലിച്ചത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $48 ഉയർന്ന് $4,088 എന്ന നിലവാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ തളർച്ചയാണ് സ്വർണ്ണവില കൂടാനുണ്ടായ പ്രധാന കാരണം. ബാങ്ക് ഓഫ് ജപ്പാന്റെ വിപണിയിലെ ഇടപെടലും GDP വളർച്ചയിൽ രേഖപ്പെടുത്തിയ ഇടിവും ഡോളറിന് തിരിച്ചടിയായി. ഡോളർ ദുർബലമായതോടെ സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണ്ണത്തിലേക്ക് തിരിയുകയായിരുന്നു. ഇതിനു പുറമെ ഫെഡറൽ റിസർവിന്റെ പണനയവും സ്വർണ്ണവിലയ്ക്ക് അനുകൂലമായി. അടിസ്ഥാന പലിശ നിരക്കുകൾ ഉടനടി ഉയർത്തിയേക്കില്ലെന്ന സമീപനം ഫെഡ് വ്യക്തമാക്കിയതോടെ ബോണ്ട് യീൽഡുകൾ താഴുകയും സ്വർണ്ണത്തിന് ആവശ്യക്കാർ ഏറുകയും ചെയ്തു. പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിരുന്നുവെങ്കിൽ അത് സ്വർണ്ണത്തിലും പ്രകടമാകുമായിരുന്നു. പലിശ നിരക്ക് വർദ്ധിച്ചാൽ സ്വർണ്ണവില കുറയും. പലിശ നിരക്ക് കൂട്ടുന്നത് മറ്റ് നിക്ഷേപങ്ങളിൽ നിന്നും ലഭിക്കുന്ന നേട്ടം ഇരട്ടിയാക്കും. ഇത് ആളുകളെ സ്വർണ്ണം ഉപേക്ഷിച്ച് സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് ആശ്രയിക്കാൻ പ്രേരിപ്പിക്കും. ഇതോടെ സ്വർണ്ണത്തിന്റെ ഡിമാൻഡ് താഴുകയും വില ഇടിയുകയും ചെയ്യും. അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷവും രൂക്ഷമാവുകയാണ്. യുഎസും ഇറാനും ആക്രമണങ്ങൾ തുടരുന്നത് ക്രൂഡ് ഓയിൽ വില കുതിക്കാൻ കാരണമാകും. ഇത് സ്വർണ്ണവില കുറയ്ക്കും. ഇത്തരത്തിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ഇടിവ് ഒരുപക്ഷെ സ്വർണ്ണത്തെ 80,000 രൂപയിലേക്ക് വരെ എത്തിക്കുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. രാജ്യാന്തര വില $4,050 താഴേക്ക് വീണ് $4,000 വരെ എത്തിയാൽ കേരളത്തിലും വലിയ തോതിൽ വിലയിടിയും. മറിച്ച് രാജ്യാന്തര വില ഊർജ്ജം വീണ്ടെടുത്ത് $4,100 ഭേദിച്ചാൽ കുതിപ്പ് $5,000 വരെ നീണ്ടേക്കും. അങ്ങനെയാണെങ്കിൽ പവൻ വില 1.5 ലക്ഷം വരെ എത്താനും സാധ്യതയുണ്ട്. ബിസിനസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.